വിശ്വാസ സമൂഹമേ, നിങ്ങൾക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. അബ്രഹാമിൻ്റെ ദൈവം അവൻ വിശ്വസ്തനാണെന്നും ദാനിയേലിൻ്റെ ദൈവം അവൻ വാക്കുമാറാത്തവനാണെന്നും ദാനിയേലിൻ്റെ ദൈവം വിടുവിക്കുന്നവനാകുന്നുവെന്നും ഇസ്രായേലിൻ്റെ ദൈവം കണ്ണുനീര് മാറ്റുന്നവനാകുന്നുവെന്നും നാം എല്ലാവരും ഒരുമിച്ചിരുന്ന് ഇവിടെ പാടിയല്ലോ. അതെ, അതാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഉറപ്പ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നാം രൂപപ്പെടുത്തേണ്ട നന്മകൾ. ഇന്ന് ലോകം കടന്നു പോകുന്ന വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ, അത് വളരെ വളരെ വൈരുദ്ധ്യാത്മകമായ അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇവിടെയാണ് ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരപ്പെടേണ്ടത്. കാലം ചെയ്ത മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ പരമാധ്യക്ഷനായിരുന്ന ഡോക്ടർ ജോസഫ് മാർത്തോമാ മെത്രാപ്പോലീത്ത കഴിഞ്ഞ മാരാമൺ കൺവെൻഷൻ ആരംഭിച്ചപ്പോഴും അവസാനിപ്പിച്ചപ്പോഴും, അതുപോലെ തന്നെ ഓരോ കൺവെൻഷനുകൾ ആരംഭിച്ചപ്പോഴും അവസാനിപ്പിച്ചപ്പോഴും പറഞ്ഞ ചില വാക്കുകൾ നാം ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. മീകാ പ്രവാചകന്റെ 6-ാം അധ്യായം 8-ാം വാക്യമായിരുന്നു അതെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. മനുഷ്യ, നല്ലതെന്തെന്ന് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? വളരെ പ്രസക്തമായ ആ വേദഭാഗം ഇന്ന് നാം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതാണ്. ന്യായം പ്രവർത്തിക്കണം, ദയാതൽപരരായിരിക്കണം, ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കേണ്ടതും ആവശ്യമാണ്. അങ്ങനെയാകുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തെയും നാം ആയിരിക്കുന്ന ജീവ സമൂഹത്തെയും സ്വർഗോന്മുഖമായ അനുഭവങ്ങളിലേക്ക് നമുക്ക് വഴി നടത്തുവാൻ കഴിയും. പ്രത്യേകിച്ച് കാലം ചെയ്ത അഭിമന്യ ജോസഫ് മാർത്തോമാ മെത്രാപ്പോലീത്തായെ ഇത്തരുണത്തിൽ സ്മരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ തിരുവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വേദപുസ്തകം കൊണ്ടുവന്ന എല്ലാവരും ആ വേദപുസ്തക ഭാഗം ഒന്ന് തുറക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. അത് ആ വേദഭാഗം വേദപുസ്തകം കൊണ്ടുവന്നവരൊക്കെ ഒന്ന് തുറക്കുന്നത് നല്ലതാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ 24-ാം വാക്യം ഇപ്രകാരമാണ്:
യോസഫ് ഉറക്കം ഉണർന്നു. കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ തന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊണ്ടു. 18-ാമത്തെ വാക്യം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരം ആയിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസഫിന്റെ വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുൻപേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്താതിരിപ്പാനും മനസ്സില്ലാകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ ഭാവിച്ചു. ഇതാ യേശുക്രിസ്തുവിന്റെ ജനനത്തിന്റെ ആ ആരംഭത്തെ കുറിച്ച് പറയുന്ന ചില ഭാഗങ്ങളാണിത്. യോസഫിനെ കുറിച്ച് വലുതായിട്ടൊന്നും ഈ സുവിശേഷ ഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുമില്ല. ഇവിടെ നോക്ക്, യോസഫ് അവന്റെ മനസ്സിപ്പോൾ എങ്ങനെയാണ്? അവൻ നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്താതിരിക്കുവാൻ ശ്രമിക്കുന്നതുകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിക്കുന്ന, നിശ്ചയിക്കുന്ന യോസഫിനെയാണ് ഇവിടെ ഇതിന്റെ ആദ്യ ഭാഗങ്ങളിൽ കാണുവാൻ കഴിയുന്നത്. ഈ യോസഫിന്റെ മനസ്സ്, the mind of Joseph was filled with sense of insecurity, anxieties, worries. ഇതൊക്കെ അവന്റെ മനസ്സിന്റെ ഭാവങ്ങളാണ്. ആകാംക്ഷകളും ആകുലതകളും ഉത്കണ്ഠകളും മനസ്സു നിറയെ സുരക്ഷിതത്വക്കുറവും അവന്റെ ജീവിതത്തിനുണ്ട്. എന്തുകൊണ്ടെന്നാൽ വിവാഹം നിശ്ചയിക്കപ്പെട്ട മറിയ അവർ കൂടി വരും മുൻപേ ഗർഭവതിയായി എന്ന് കാണുന്ന സാഹചര്യം അത് യോസഫിനെ സംബന്ധിച്ചും മറിയയെ സംബന്ധിച്ചും വളരെ അധികം ആന്തരിക സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നതാണ്. കാരണം അന്ന് നിലനിന്ന മത, സാമൂഹിക, സാംസ്കാരിക തലങ്ങളിലെ വിമർശനങ്ങൾ അത് അഭിമുഖീകരിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ദുഷ്കരമായ ഒരു അനുഭവം കൂടിയാണ്. അതുകൊണ്ട് യോസഫിന്റെ മനസ്സ് നിറയെ സുരക്ഷിതത്വക്കുറവുണ്ട്, ആകാംക്ഷകളും ആകുലതകളുമുണ്ട്. തന്റെ മുൻപിൽ ഉയർന്നു വരുന്ന ധാർമ്മിക ചോദ്യങ്ങൾക്കുത്തരം നൽകേണ്ടത് താൻ തന്നെയാണെന്നും അവൻ അറിയാം. അങ്ങനെയെങ്കിൽ ഇതിന്റെ മുൻപിൽ എങ്ങനെയാണ് എനിക്ക് ഉത്തരം നൽകുവാൻ കഴിയുക? ഞാൻ ഉത്തരം നൽകിയാൽ ആരത് വിശ്വസിക്കും?
ദുഷ്കരമായ ഒരു അനുഭവമാണ് യോസഫിൻ്റേത്. അവിടെയാണ് യോസഫ് നിശ്ചയിക്കുന്നത് മറിയയെ ഗൂഢമായി ഉപേക്ഷിക്കുക. Trying to solve the problem in his own way. കണ്ടോ? മറിയയെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ സ്വപ്നം കണ്ടവരാണ് അവരിരുവരും. പക്ഷേ ഇപ്പോൾ യോസഫ് പിന്മാറുന്നതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. Trying to escape from the realities of life. ജീവിതത്തിന്റെ യഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുവാൻ ശ്രമിക്കുന്നവൻ. ഇപ്പോൾ യോസഫിന്റെ അനുഭവം അതാണ്. ഇനിയും എനിക്ക് എങ്ങനെ മുൻപോട്ട് പോകുവാൻ കഴിയും? എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുന്നു. ഞാൻ അന്വേഷിച്ച വഴികളിലൂടെ പുത്തൻ പാതകളെ കണ്ടെത്തുവാൻ ശ്രമിച്ചിട്ടും അതൊന്നും സാധ്യമാകുന്നില്ല. ഇന്ന് ഓരോരുത്തരുടെയും മനസ്സിൽ അപ്രകാരമുള്ള ചിന്തകളില്ലേ? എത്ര കഠിനമായി ഞാൻ പരിശ്രമിച്ചു, എന്നിട്ടും ഒരു പുതിയ വാതിൽ എനിക്ക് വേണ്ടി തുറക്കുന്നില്ലല്ലോ എന്ന് കരുതി നിരാശയോടെ കഴിയുന്ന എത്രയോ പേരുണ്ടെന്ന്. ഇവിടെ യോസഫിന്റെ ജീവിതത്തിലും അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. He was trying to escape from the realities of life. ജീവിതത്തിന്റെ യഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുവാൻ ശ്രമിക്കുകയാണ്. പ്രിയ ദൈവജനമേ, ഇന്ന് നാം ഈ തിരുവചനം ധ്യാനിക്കുമ്പോൾ ഈ തിരുവചനം അതെന്റെയും നിങ്ങളുടെയും ഒക്കെ അനുഭവമായി തീരുന്നില്ലേ എന്നുകൂടി നാം മനസ്സിലാക്കണം. ഇവിടെ യോസഫിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. അവൻ നീതിമാനായിരുന്നു. ആ നീതിമാനായ മനുഷ്യനും ഇപ്പോൾ ജീവിതത്തിന്റെ ദുർഘട അനുഭവങ്ങൾ വന്നു ചേർന്നിരിക്കുകയാണ്. ഇയ്യോബിനെ കുറിച്ചും ഇത് തന്നെയാ പറയുന്നത്. അവൻ നീതിമാനായിരുന്നു, ദൈവഭക്തനായിരുന്നു, ദോഷം വിട്ടകന്നവനായിരുന്നു. പക്ഷേ ഇപ്പോൾ ജീവിതത്തിന്റെ അനുഭവം എന്താ? ഉള്ളം കാൽ മുതൽ ഉച്ചിവരെ വ്രണങ്ങളാൽ നിറഞ്ഞിരിക്കുന്ന മനുഷ്യൻ, അതിന്റെ വേദനകളിൽ നിന്ന് രക്ഷപ്പെടുവാൻ ചാരക്കൂമ്പാരത്തിൽ വീണ് കിടക്കുന്നവൻ, ഓട്ടുകഷ്ണമെടുത്ത് അതിന്റെ വേദനകളിൽ നിന്ന് രക്ഷപ്പെടാൻ ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ നീതിമാനാണ്. പക്ഷേ അവന്റെ ജീവിതത്തിലും ദുർഘട അനുഭവങ്ങൾ വന്നു ചേർന്നിരിക്കുകയാണ്. യോസഫിന്റെ ജീവിതത്തിലും അതാ സംഭവിച്ചിരിക്കുന്നത്. അവൻ നീതിമാനാണ്, അവന്റെ ജീവിതത്തിനും ദുർഘടങ്ങൾ സംഭവിച്ചിരിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് ഒരു പൂർണ്ണമായ തീരുമാനം അവന് കൈക്കൊള്ളുവാൻ കഴിയുന്നില്ല. എളുപ്പവഴി അവൻ കണ്ടുപിടിക്കുകയാണ്. എന്നാൽ അവിടം കൊണ്ട് ആ അനുഭവം തീരുന്നില്ല എന്നുകൂടി വേദപുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അടുത്ത വാക്യങ്ങൾ കൂടി നാം വായിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. യോസഫ് ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി
ദാവീദിന്റെ മകനായ യോസഫേ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. പ്രിയ ദൈവജനമേ, when we go through the crisis, we should understand that my living God is able to take care of all my crises. എൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെയൊക്കെ ഏറ്റെടുക്കുവാൻ കഴിവുള്ളവനാണ് എൻ്റെ യേശു. അതുകൊണ്ട് തന്നെയാണ് യേശു ഇപ്രകാരം പറഞ്ഞത്, സകല ചിന്താകുലങ്ങളും എൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. He is there to take care of all my problems, all my difficulties. എൻ്റെ ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ നിൽക്കുന്നതായ ദൈവിക സാന്നിധ്യം ഇവിടെ ഇതാ യോസഫിന്റെ ജീവിതത്തിനും ഉണ്ടാകുന്നുണ്ട്. In the midst of these insecure feelings, in the midst of these anxieties and worries, he experienced the voice of the Lord. ദൈവത്തിന്റെ ശബ്ദം അവൻ കേൾക്കുകയാണ്. He experienced the voice of the Lord. ദൈവത്തിന്റെ ശബ്ദം അവൻ കേൾക്കും. ഇങ്ങനെ നനച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി ദാവീദിന്റെ മകനായ യോസഫേ എന്ന് വിളിക്കുന്ന ആ വിളിയുടെ അനുഭവം. പ്രിയ ദൈവമക്കളെ, നമ്മൾ ജീവിതത്തിന്റെ ഈ ചിന്താക്കുഴപ്പങ്ങളുടെ അനുഭവങ്ങളിലാകുമ്പോൾ എന്നെയും നിങ്ങളെയും പോർച്ചൊല്ലി വിളിച്ച് നമ്മുടെ അടുത്തേക്ക് വരുന്നവനാണ് കർത്താവെന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ ഇതാ പറയുകയാണ്, ദാവീദിന്റെ മകനായ യോസഫേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ദൈവത്തിന്റെ ദൂതൻ, കർത്താവിന്റെ ദൂതൻ അടുത്ത് എത്തുന്നത്. നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. Jesus is the answer for my problems. Jesus is the answer for my crisis. എൻ്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് എൻ്റെ യേശുവാണ് ഉത്തരം. ഇവിടെ ഇതാ യോസഫിന് അവന്റെ ചിന്താക്കുഴപ്പങ്ങളിൽ നിന്നെല്ലാം മോചിതമാകുവാൻ തക്കവണ്ണം അവന്റെ ചിന്തകൾക്ക് പുതിയ തൂവലുകൾ നൽകുന്ന കർത്താവിന്റെ സാന്നിധ്യത്തെ നാം മനസ്സിലാക്കണം. ആ ദൈവത്തിന്റെ സാന്നിധ്യത്തെ നാം മനസ്സിലാക്കണം. ഇതാ അവന്റെ ജീവിതയാത്രയിൽ അവനെ പകുതി വഴിയിൽ വിട്ടിട്ടു പോകുന്നവനല്ല യേശു. നോക്ക്, ആ ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നു. അവന്റെ മനസ്സ് നിറയെ പ്രയാസങ്ങളാണ്, നൊമ്പരങ്ങളാണ്, വേദനകളാണ്. എന്നാൽ ആ വേദനകളിൽ നിന്നെ വിട്ടിട്ടു പോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കിക്കൊള്ളണം. ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്, അവന്റെ ആ ചിന്തകൾക്ക്, അവന്റെ ബുദ്ധിക്ക് പുതിയ രൂപവും ഭാവവും നൽകുകയാണ് ദൈവം ആദ്യമായി ചെയ്യുന്നത്. നിന്റെ ചിന്താക്കുഴപ്പം എന്തായിരുന്നു? സമൂഹത്തിന്റെ ധാർമ്മിക രോക്ഷങ്ങൾ ഞാൻ എങ്ങനെ അഭിമുഖീകരിക്കും എന്നുള്ളതായിരുന്നില്ലേ? ലോകാപവാദം മറിയയ്ക്കുമുണ്ട്, എനിക്കുമുണ്ട്,
യോസഫിനുമുണ്ട്. ആ ലോകാപവാദത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ ശരിയേതെന്ന് കാണിച്ചു തരുന്ന ദൈവമാണിത്. അപവാദങ്ങൾ പലതും ഉണ്ടാകാം, എന്നാൽ അതിൻ്റെ മധ്യത്തിൽ ശരിയേതെന്ന് മനസ്സിലാക്കി തരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമാണിത്. അവനോട് പറയുകയാണ്, മറിയയെ ചേർത്തുകൊള്ളുവാൻ നീ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. Yes, there is a clarity in the mind of Joseph. ഇതുവരെ അവന്റെ മനസ്സ് വിഭ്രമങ്ങൾ നിറഞ്ഞതായിരുന്നു. പക്ഷേ ഇപ്പോൾ അവന്റെ മനസ്സ് ശാന്തമാകുവാൻ തുടങ്ങി. എന്തുകൊണ്ട്? He experienced the voice of the Lord in the midst of that crisis. You are going to name the Savior of the law of the world. You are going to give the name to the Savior of the world. ലോകത്തിന്റെ രക്ഷകനായ ക്രിസ്തുവിന് നീയാണ് പേരിടേണ്ടത്. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന പേരിടണം. How beautiful this passage. വളരെയധികം ക്രൈസിസ് പോയിന്റിൽ നിന്ന് മനുഷ്യൻ ഒളിച്ചോടുവാൻ ശ്രമിച്ച മനുഷ്യൻ, വിവാഹം നിശ്ചയിക്കപ്പെട്ട മറിയയെ ഉപേക്ഷിക്കുവാൻ, ഗൂഢമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചവൻ, ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? അവൾ നിനക്കൊരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തിന്റെ പാപങ്ങളിൽ നിന്ന് അവരെ രക്ഷിപ്പാനിരിക്കൊണ്ട് അവനെ യേശു എന്ന് നീ പേരിടണം. എത്ര അതിശയകരമായ ഒരു നടത്തിപ്പാണത്, നിയോഗമാണത്. പിന്നീട് നമുക്ക് വേദപുസ്തകം വായിക്കുമ്പോൾ കാണാം, ദൈവം നിയോഗിച്ച വഴികളിലൂടെയുള്ള അവന്റെ യാത്ര ഒരിക്കലും സുഗമമായിരുന്നില്ല. നസറേത്തിൽ നിന്നും ബേത്ലഹേമിലേക്കുള്ള യാത്ര, ബേത്ലഹേമിൽ നിന്നും മിസ്രയീമിലേക്കുള്ള യാത്ര, മിസ്രയീമിൽ നിന്നും തിരിച്ചു വീണ്ടും യഹൂദിയയിലേക്കുള്ള യാത്ര, ഇതിൻ്റെ മധ്യത്തിൽ നടക്കുന്ന പല പല അനുഭവങ്ങളും വേദനാജനകമാണ്. പക്ഷേ അവിടെയൊക്കെ അവനെ ഉറപ്പിച്ചു നിർത്തിയത് ഈ ഒരു അനുഭവമാണ്. He experienced the voice of the Almighty God. ദൈവത്തിന്റെ ശബ്ദം അവൻ കേട്ടു. പ്രിയ ദൈവജനമേ, ഇന്ന് നാം ദൈവവചനം, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നത് എവിടെ നിന്നാ? ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നാണ്. ഈ വിശുദ്ധ വേദപുസ്തകത്തിലൂടെയാണ് ഇന്ന് ദൈവം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, എന്നോടും നിങ്ങളോടും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ദൈവവചനത്തോടുകൂടി നാം ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതവും it will be strengthened and it will be courageous one, and you will be able to face all the obstacles in your life. Whatever may come to your life, you will be able to overcome it because Christ is there in this living word. പ്രിയ ദൈവജനമേ, ഞാൻ നിർത്തുകയാണ്. അവൻ ഉറക്കമുണർന്നു. കർത്താവിന്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ അവൻ മറിയയെ ചേർത്തുകൊണ്ടു. 18 വാക്യം ആരംഭിക്കുമ്പോൾ
അവന്റെ മനസ്സ് നിറയെ നീറ്റലുകളാണ്, വേദനകളാണ്, ആശങ്കകളാണ്, ആകുലതകളാണ്, ഉത്കണ്ഠകളാണ്. എന്നാൽ 24-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ അവനൊന്നും പ്രശ്നമല്ല. ലോകാപവാദം മറിയയ്ക്കും യോസഫിനും ഒരുപോലെ നേരിടേണ്ടി വരുമ്പോൾ ദൈവശബ്ദം ലഭിച്ച, ദൈവശബ്ദം കേട്ട ആ യോസഫിന്റെ ജീവിതം ആകെ മാറി മറിയുകയാണ്. എന്തിനെയാണോ അവൻ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചത്, അതിനെ അവന്റെ മാറോട് ചേർത്തണയ്ക്കുവാൻ അവൻ തയ്യാറാകുകയാണ്. എന്തിനെയാണോ അവൻ ഭയപ്പെട്ടത്, ആ ഭയത്തിൽ നിന്നും അവൻ വിശ്വാസത്തിലേക്ക് ഉയരുകയാണ്. പ്രിയ ദൈവജനമേ, ഇന്ന് നമ്മുടെ ജീവിതത്തിനും ഇതാവശ്യമാണ്. ഈ ഒരു വലിയ ആത്മീയ ഉൾക്കാഴ്ച, എൻ്റെ ദൈവം സകലത്തിലും എനിക്ക് മതിയായവനാകുന്നു എന്നുള്ള ഉറപ്പ്. അബ്രഹാമിന്റെ ദൈവം അവൻ വിശ്വസ്തനാണ്. യാക്കോബിന്റെ ദൈവം അവൻ കൂടെ ഇരിക്കുന്നവനാണ്. ദാനിയേലിന്റെ ദൈവം അവൻ വാക്കു മാറാത്തവനാണ്. ഇസ്രായേലിന്റെ ദൈവം നിന്റെ കണ്ണുനീരിനെ മാറ്റി. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ നിന്റെ വിലാപത്തെ അവൻ നൃത്തമാക്കി തീർക്കും. നിന്റെ രട്ടഴിച്ച് അവൻ നിന്നെ സന്തോഷത്തെ ഉടുപ്പിക്കും. ഈ ഒരു പ്രത്യാശയാണ് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്നത്. അവൻ എൻ്റെ വിലാപത്തെ നൃത്തമാക്കി തീർക്കുകയും എൻ്റെ രട്ടഴിച്ച് സന്തോഷത്തെ ഉടുപ്പിക്കുകയും ചെയ്യുന്നവനാണ്. ദൈവജനമേ, ഈ പ്രത്യാശയോടെ നമുക്ക് ഈ സന്ധ്യയെങ്കിൽ നമുക്ക് നമ്മുടെ ഭവനങ്ങളിലേക്ക് തിരികെ പോകാം. നമ്മുടെ ജീവിത പ്രശ്നങ്ങളെയെല്ലാം അതിനെല്ലാം ഉത്തരം നൽകുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാം.